ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും ജസു തോട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഏറെ സുപരിചിതമായ ഒരു വാക്കാണ് പ്രത്യാശ അഥവാ പ്രതീക്ഷ. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ പ്രത്യാശയിലാണ്. ഇന്നിൻ്റെ പരാജയങ്ങൾ നാളെ വിജയം കൊയ്യും, സഹനങ്ങൾക്കും സങ്കടങ്ങൾക്കും അറുതിയുണ്ടാവും. ഇങ്ങനെ ഒട്ടനവധി പ്രത്യാശയിലാണ് നമ്മുടെയൊക്കെ ജീവിതം കടന്നു പോകുന്നത്. കോവിഡ് എന്ന മഹാമാരിക്കെതിരെയുള്ള വാക്സിൻ ഉടൻ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ലോകജനത മുഴുവൻ. പ്രത്യാശ കൈവിട്ടാൽ പിന്നെ നാമില്ല, ജീവിതവുമില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു കൂട്ടുകാരൻ തൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളും പൊരുത്തക്കേടുകളുമൊക്കെ മൂലം ജീവിതത്തിൽ ആ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ അവൻ ആഗ്രഹിച്ചില്ല. അവനോടൊപ്പമുള്ള അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും അവനോട് പറഞ്ഞു, ഈ വിവാഹബന്ധം വേർപെടുത്തുക. അവൻ എന്നെ വിളിച്ചു, എന്നോട് ഇക്കാര്യങ്ങൾ അവൻ പങ്കുവച്ചു. ഞാനും എൻ്റെ ഗുരുതുല്യനായ ഒരു വ്യക്തിയും അവനോട് പറഞ്ഞു, നീ ഇതിനെ സമചിത്തതയോടെ നേരിടണം, പ്രത്യാശയോടെ നീ കാത്തിരിക്കണം. അവൻ അത് മനസ്സിൽ സ്വീകരിക്കുകയും വിവാഹബന്ധം വേർപെടുത്തേണ്ട എന്നവൻ തീരുമാനിക്കുകയും ചെയ്തു. സമാന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി ജീവിതങ്ങളെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. നിരാശയുടെ കരിന്തിരികത്തി അണഞ്ഞു പോകാറായ ജീവിതങ്ങളിലേക്ക് പ്രത്യാശയുടെ തിരുനാളം നമുക്ക് കൊളുത്താം. കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്, തകർന്നു പോയ ജീവിതാനുഭവങ്ങളുള്ളവർക്ക് പ്രതീക്ഷയുടെ ജലം പകർന്ന് അവരുടെ ജീവിതത്തിലെ വിത്ത് തളിരിടാൻ നമുക്ക് പ്രയത്നിക്കാം. ഇന്നിൻ്റെ നോവുകളെ നാളെയെക്കുറിച്ചുള്ള പ്രത്യാശ ലഘൂകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അടുത്ത ചിന്തയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ജസ്ലി.